5^2 ഇതിൻ്റെ വില എന്താണ്? ഇങ്ങനെ വരുമ്പോൾ ആ 5 ആ ബേസ് മാത്രം അങ്ങനെ എഴുതിയിട്ട് ബാക്കി എല്ലാം കൂടെ അങ്ങ് ഇൻറ്റു ചെയ്ത് എഴുതിയാൽ മതി. അതായത് 5^18 വരും. 2×3×3. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 5^18. ഇങ്ങനെ വരുമ്പോൾ 5^2 എന്ന് പറഞ്ഞാൽ ഈ പവേഴ്സ് ബേസ് അങ്ങനെ തന്നെ എഴുതുക. പവേഴ്സ് 3 ഇൻറ്റു ചെയ്ത് എഴുതുക. 5 ബേസ് അങ്ങനെ തന്നെ എഴുതി. 2×3×3 2×3×3 അതങ്ങ് ഗുണിച്ചെഴുതിയാണ്. 5^18. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ 8^4 × 7^4 എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനും ഉണ്ട്. നമുക്ക് AB the whole raised to n എന്ന് പറഞ്ഞാൽ A⁻n × B⁻n നമുക്ക് അങ്ങനെ എഴുതാം. AB the whole raised to n. അതുപോലെ നമുക്കിവിടെ 8^4 × 7^4 രണ്ടിനും ഉണ്ട് പവർ 4 ആണ്. അതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ എഴുതാം. 8 × 7 the whole raised to 4 അതായത് 56^4 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 8^4 × 7^4. അപ്പോൾ ഇവിടെ രണ്ടിടത്തും പവർ സെയിം ആയതുകൊണ്ട് നമുക്ക് 8 × 7 the whole raised to 4 എന്ന് എഴുതാം. ഒരു കൃത്യങ്ക നിയമമാണ്. AB the whole raised to n എന്ന് പറഞ്ഞാൽ A⁻n × B⁻n രണ്ടിനും പവർ സെയിം ആയിട്ട് വരുന്നുണ്ട്. സെയിം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. 8 × 7 the whole raised to 4 എന്ന് എഴുതാം. 8 × 7 56. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 3⁻x−2 വില 1 ആയാൽ എക്സിൻ്റെ വില കാണും. അപ്പോൾ നമുക്ക് ഇതിനെയും ബേസ് 3 ആക്കി എഴുതാം. പറഞ്ഞാൽ എനി ക്വാണ്ടിറ്റി റേസ്റ്റ് 0 എന്ന് പറയുന്നത് 1 ആണ്. 3⁻x−2 = 3⁻0 എന്ന് എഴുതാം 1-ന് പകരം. ഇവിടെ ബേസ് രണ്ടും തുല്യമായാൽ കൃത്യങ്ക നിയമം അനുസരിച്ച് പവേഴ്സ് തുല്യമാണ്. ഇക്വേറ്റ് ചെയ്യുക. x−2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ x = 0 + 2 അതായത് 2 കിട്ടും ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3⁻x−2 = 1. 1-ന് പകരം നമ്മൾ ഇതിൻ്റെ പവറാക്കി എഴുതുന്നു 3⁻0. ഇവിടെ 4 ആയിരുന്നെങ്കിൽ 4⁻0 എന്ന് എഴുതിയാണ്. ഇവിടെ 3 ആയതുകൊണ്ട് 3⁻0. ഇവിടെ ബേസ് രണ്ടും 3 ആയതുകൊണ്ട് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യണം. കൃത്യങ്ക നിയമം. A⁻x = A⁻m ആയാൽ m = x എന്ന് എഴുതാം. ബേസ് തുല്യമായ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. x−2 = 0 x = 0 + 2 ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്.